നമസ്തേ. ഭാരതത്തിൽ വിവിധ സ്ഫോടനങ്ങളിൽ പങ്കുള്ള കൊടും ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സെയ്ഫുള്ള ഖാലിദ് എന്ന ലഷ്കർ ഭീകരനാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ അജ്ഞാതരായ ആളുകളുടെ ആക്രമണത്തിൽ സെയ്ഫുള്ള ഖാലിദ് കൊല്ലപ്പെട്ടു. ദേശീയ മാധ്യമങ്ങളാണിത് റിപ്പോർട്ട് ചെയ്യുന്നത്. 2001 രാംപൂർ CRPF ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണം, 2005 ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ടായ ആക്രമണം, 2006 നാഗ്പൂരിലെ RSS കേന്ദ്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം എന്നിവയുടെ സൂത്രധാരനാണ് സെയ്ഫുള്ള ഖാലിദ്. 5 വർഷത്തിനിടെ നടത്തിയ 3 ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ഇവിടെ വന്ന് നഗ്മ ഭാനു എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. വ്യാജ പേരിൽ നേപ്പാളിൽ കഴിയവെയാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. നേപ്പാളിൽ നിന്ന് പിന്നീട് പാകിസ്ഥാനിലേക്ക് കടന്ന സെയ്ഫുള്ള ഖാലിദ് പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിൽ മാറി കഴിഞ്ഞു. രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ അടുത്തായിരുന്നു അയാൾ സിന്ധിലെ ബാദിൻ ജില്ലയിലേക്ക് താമസം മാറുന്നത്. തീർച്ചയായും ഓരോ ഭാരതീയനും സന്തോഷമുണ്ടാകുന്ന കാര്യം തന്നെയാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്നത്. നിരവധി ഭീകരരാണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. നിലവിൽ പാകിസ്ഥാനിലെങ്ങും അജ്ഞാതൻ ഭീതി പരത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലായി കൊല്ലപ്പെട്ടത് നിരവധി ഭീകരരാണ്. കൊന്നതാരാണെന്നോ കൊല്ലിച്ചതാരാണെന്നോ ആർക്കും അറിയില്ല. ബൈക്കിലെത്തി ഭീകരരെ കൊന്ന് കാണാമറയത്തേക്ക് പോകുന്ന അജ്ഞാത ഹീറോ. സംഭവം എന്തായാലും പാക് ഭീകര സംഘടനകളെ ഭയം പിടിമുറുക്കിയിരിക്കുന്നു. ഒരു കാലത്ത് ഒസാമ ബിൻ ലാദൻ അടക്കം ലോകത്തെ ഭീകരരുടെ എല്ലാം സുരക്ഷിത കേന്ദ്രമായിരുന്ന പാകിസ്ഥാൻ ഇന്ന് ഭീകരരുടെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആരാണ് ആ അജ്ഞാത തോക്കുധാരി? ഒരാളോ അതോ പലരോ? ചർച്ചകൾ ലോകമെങ്ങും സജീവമായി തന്നെ തുടരുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഏക കാര്യം കൊല്ലപ്പെട്ടവരെല്ലാം ഭാരതത്തിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുണ്ടായിരുന്ന ക്രിമിനലുകളാണ് എന്ന് മാത്രം. ഭാരതത്തിന്റെ ചാരസംഘടനയായ റോയാണ് ഇതിന്റെ പിന്നിലെന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണമുണ്ട്. മിലിറ്ററി ഇന്റലിജൻസും റോയും ചേർന്ന പാകിസ്ഥാനിൽ ശുദ്ധീകരണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരും ഏറെയുണ്ട്. ഹിന്ദി സിനിമകളിലെ അമാനുഷികരായ സീക്രട്ട് ഏജന്റുമാരെ പോലെ ഒരു അജ്ഞാതൻ എന്തായാലും പാകിസ്ഥാനിലുണ്ടെന്നത് ഉറപ്പ്. ഭാരതത്തിന് ഭാരമായ നിരവധി ഭീകരർ ഒന്നിനു പിന്നാലെ ഒന്നായി പാകിസ്ഥാനിൽ വെടിയേറ്റ് വീഴുന്നുണ്ട് എന്നത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. പിന്നിൽ ആരായാലും, അത് ആര് തന്നെ ചെയ്തിരുന്നാലും. പാകിസ്ഥാന്റെ വിവിധയിടങ്ങളിൽ ഇതിനോടകം നിരവധി ഭീകരർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തെക്കൻ തുറമുഖ നഗരമായ കറാച്ചിയിലും സൈനിക കേന്ദ്രമായ റാവൽപിണ്ടിയിലും തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലും എല്ലാം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ് എന്നിവരുടെ കമാൻഡർമാരും ഖാലിസ്ഥാനി ഭീകരരും കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ട്. 2021 ഹാഫിസ് സെയ്ദിന്റെ ലാഹോറിലെ വസതിക്ക് മുന്നിലെ സ്ഫോടനത്തോടെയാണ് സംഭവങ്ങൾ തുടങ്ങുന്നത്. ശത്രുരാജ്യമാണ് പിന്നിലെന്ന ഒറ്റവരി വിശദീകരണത്തിലാണ് മിക്ക കൊലപാതകങ്ങളുടെയും അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്. അയൽ രാജ്യത്തെ ചാരസംഘടന പാകിസ്ഥാനിലെ പ്രാദേശിക കൊലയാളികൾക്ക് പണം നൽകി ഭീകര നേതാക്കളെ കൊലപ്പെടുത്തുകയാണെന്ന ആരോപണങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. ഭാരതത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഭീകരരുടെ പേരുവിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാന് കൈമാറിയിട്ടുള്ളതാണ്. വർഷങ്ങളായി ഇതിന്മേൽ യാതൊരു നടപടിയും എടുക്കാതെ ഭീകരർക്ക് സുരക്ഷ ഒരുക്കിയതാണ് പാകിസ്ഥാന്റെ ചരിത്രം. ഭാരതം കൈമാറിയ പട്ടികയിലുള്ളവരാണ് കൊല്ലപ്പെടുന്നത്. ഭീകരവാദത്തെ നേരിടാനായി വൻതോതിൽ അന്താരാഷ്ട്ര പണം വാങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കൂടുതൽ പണം ലഭിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പാക് ഏജൻസികൾ തന്നെയാണ് ഭീകരരെ കൊലപ്പെടുത്തുന്നത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ലഷ്കർ തലവൻ മൗലാന മസൂദ് അസറിന്റെ അടുത്ത അനുയായികൾ, ജെയ്ഷെ നേതാവ് മൗലാന റഹീമുള്ള താരിഖ്, ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് ചുമതലയുള്ള അക്രം ഖാൻ ഖൈബർ, അങ്ങനെ നീളുന്നു ഭീകരരുടെ ലിസ്റ്റ്. കശ്മീരിലെ ജൻജുവാൻ ആർമി ക്യാമ്പിൽ 2018 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരിയായിരുന്ന ഖാബ്ജ ഷഹീദിന്റെ തല വെട്ടിമാറ്റിയ മൃതദേഹം നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് അധിനിവേശ കശ്മീരിൽ നിന്നാണ് ലഭിച്ചത്. 2016 പത്താൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരനായ ജെയ്ഷെ നേതാവ് ഷാഹിദ് ലത്തീഫ് സിയാൽകോട്ടിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്. ഇയാൾക്കൊപ്പം മറ്റൊരു ഭീകരനും വെടിയേറ്റ് മരിച്ചിരുന്നു.
ധാംഗ്രി ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിം പാക് അധീന കാശ്മീരിലെ പള്ളിക്കുള്ളിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ലഷ്കർ കമാൻഡർ മൗലാന സിയൂർ റഹ്മാൻ കറാച്ചിയിൽ കൊല്ലപ്പെട്ടു. ലഷ്കറിന്റെ തന്നെ മറ്റൊരു കമാൻഡറായിരുന്ന മുഫ്തി ഖാസർ ഫാറൂഖി അതേ മാസം കറാച്ചിയിലെ സൊറാബ് ഗോത്തിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. അതേ വർഷം തന്നെ ഓഗസ്റ്റിൽ ജമാഅത്തെ ഉദ്ഭവ നേതാവ് മുല്ല സർദാർ ഹുസൈൻ അറൈൻ സിന്ധിലെ നവാബ് ഷാ ജില്ലയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഖാലിസ്ഥാനി കമാൻഡോ ഫോഴ്സ് നേതാവ് പരംജിത് സിംഗ് പൻജ്വാർ ലാഹോറിലെ ജോഹർ നഗരത്തിൽ വെച്ചാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. റാവൽപിണ്ടിയിൽ വെച്ച ഹിസ്ബുൾ ഭീകരൻ ബഷീർ അഹമ്മദ് പിറം ഖൈബർ ജില്ലയിൽ ഭീകരനായ സയ്യിദ് നൂറും കൊല്ലപ്പെട്ടു. അൽ ഖദർ മുജാഹിദ്ദീൻ നേതാവ് സയ്യിദ് ഖാലിദ് റാസയും ജെയ്ഷെ കമാൻഡർ മിസ്ട്രി സഹൂർ ഇബ്രാഹിമും കറാച്ചിയിലാണ് കൊല്ലപ്പെട്ടത്. 1999 കാഠ്മണ്ഡു ഡൽഹി വിമാനം റാഞ്ചിയ 5 ഭീകരരിൽ ഏറ്റവും ക്രൂരനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളായിരുന്നു മിസ്ത്രി. ലഷ്കർ ഇ തയ്യബയുടെ പ്രധാന ഫണ്ട് റൈസർ ഖ്വാദി ഷെയ്സാദ, കൊടും ഭീകരവാദി അബൂ ഖത്തൽ, ഭീകര സംഘടനയുടെ പ്രധാന റിക്രൂട്ടറും മതപണ്ഡിതനുമായ മൗലാന ഖാരി ഐജാസ് ആബിദ് എന്നിവരാണ് അവസാനമായി കൊല്ലപ്പെട്ടവർ. ഭാരതത്തിന്റെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദി ലിസ്റ്റിലുള്ള ഭീകരന്മാരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കൊല്ലപ്പെട്ടത്. പുതിയ ഭീകരവാദികളെ അവർ വാർത്തെടുക്കുമ്പോൾ തലമൂത്ത നേതാക്കളെ കൊന്നൊടുക്കുന്ന ആ അജ്ഞാതൻ അല്ലെങ്കിൽ അജ്ഞാതർ ആരായാലും ഭാരതം അവരോട് തീർച്ചയായും കടപ്പെട്ടിരിക്കും.